തിരുവനന്തപുരത്ത് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടിന്റെ തുക നൽകുന്നില്ല എന്നാരോപിച്ച് വയോധികന്റെ പ്രതിഷേധം. വികലാംഗനായ കരിവിലാഞ്ചിവിള സ്വദേശിയാണ് അരുവിക്കര പഞ്ചായത്ത് പടിക്കൽ പ്രതിഷേധിച്ചത്. വെമ്പന്നൂർ കരിവിളാഞ്ചിവിള സ്വദേശി ശകുന്തളയ്ക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീടിന്റെ രണ്ടാം ഘട്ട തുക നൽകുവാൻ കാലതാമസം വരുന്നുവെന്നാരോപിച്ചാണ് ഭർത്താവ് സോമൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കൈക്ക് സ്വാധീനമില്ലാത്ത സോമൻ പഞ്ചായത്ത് പടിക്കൽ കിടന്ന് പ്രതിഷേധിച്ചു. അരുവിക്കര പഞ്ചായത്തിനു മുന്നിലാണ് പ്രതിഷേധം അരങ്ങേറിയത്. രാവിലെ പഞ്ചായത്തിലെത്തിയ ജീവനക്കാർക്ക് ഓഫീസിൽ കയറാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു പ്രതിഷേധം. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി അരുവിക്കര പോലീസിൽ വിവരമറിയിച്ചു. പോലീസെത്തി ഇയാളെ സ്റ്റേഷനിലേക്ക് മാറ്റിയ ശേഷം വിട്ടയച്ചു. എന്നാൽ ഇയാൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ചു. തനിക്കുണ്ടായിരുന്ന വീട് പൊളിച്ചാണ് പുതിയ വീട് നിർമ്മാണം തുടങ്ങിയതെന്നും എന്നാൽ കഴിഞ്ഞ 15 മാസമായി രണ്ടാം ഘട്ട തുക നൽകുന്നില്ലെന്നും സോമൻ ആരോപിച്ചു. എന്നാൽ ലൈഫ് പദ്ധതി പ്രകാരം സർക്കാർ സംവിധാനം ഉൾപ്പെടെ 5 വിഭാഗം ചേർന്നാണ് ഫണ്ട് അനുവദിക്കുന്നതെന്നും പഞ്ചായത്തിന് ഇതിൽ ഇടപെടാനാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പഞ്ചായത്തിലെ 196 പേർക്ക് 1,70,000 രൂപ ആദ്യ ഗഡുവായി നൽകിയെന്നും രണ്ടാം ഘട്ട പണം 1,30,000 ട്രഷറിയിലെത്തിയെന്നും ഇയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 3 മാസത്തിനകം ഫണ്ടെത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആർ കല പറഞ്ഞു. ട്രഷറിയിലെ ബില്ല് മാറി പറഞ്ഞാൽ അക്കൗണ്ടിലേക്ക് 1,30,000 രൂപ ചെയ്യും. നമ്മുടെ ലൈഫ് മിഷൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തല്ല, പഞ്ചായത്ത് മാത്രമല്ലാണ് ചെയ്യുന്നത്. പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, സ്റ്റേറ്റ് ഷെയർ, ഹെക്കോ, വൈക്കോ തുടങ്ങി 5ഓളം വിഭാഗങ്ങളിലായിട്ടാണ് അതിൻ്റെ പൈസ ചെല്ലുന്നത്. നമ്മുടെ ഫണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാം. പഞ്ചായത്തിന് നമ്മുടെ അരുവിക്കര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 582 വീടുകളാണ് ഈ വർഷം ഏറ്റെടുക്കുന്നത്. അതിൽ 196 പേർക്കും പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ലിസ്റ്റിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. പോലീസ് സ്റ്റേഷനു മുന്നിൽ ബഹളമുണ്ടാക്കിയ സോമനെ നാട്ടുകാർ ഇടപെട്ട് അനുനയിപ്പിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.